ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 നിലവിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി. ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 നിലവിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധി. ഭക്ഷ്യഭദ്രതാ ബത്തയുടെ നോഡൽ ഓഫീസർമാർ ആരാണ്? റേഷനിംഗ് ഇൻസ്പെക്ടർ. ഭക്ഷ്യഭദ്രതാ ബത്തയുടെ നോഡൽ ഓഫീസർമാർ ആരാണ്? റേഷനിംഗ് ഇൻസ്പെക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, കാർഷികോൽപ്പന്ന നിയമം നിലവിൽ വന്നത് 1937. കാർഷികോൽപ്പന്ന നിയമം നിലവിൽ വന്നത് 1937. അടുത്തത്, ഭക്ഷ്യഭദ്രതാ നിയമം 2013 ഏത് സെക്ഷൻ പ്രകാരമാണ് കേരളത്തിൽ ഫുഡ് സെക്യൂരിറ്റി റൂൾസ് 2018 നിലവിൽ വന്നത്? സെക്ഷൻ 40. ഭക്ഷ്യഭദ്രതാ നിയമം 2013 ഏത് സെക്ഷൻ പ്രകാരമാണ് കേരളത്തിൽ ഫുഡ് സെക്യൂരിറ്റി റൂൾസ് 2018 നിലവിൽ വന്നത്? സെക്ഷൻ 40. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഗ്രെയിൻ സ്റ്റോറേജ് മാനേജ്മെൻറ്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് IGMRI സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഹാംപൂർ, ഉത്തർപ്രദേശ്. ഇന്ത്യൻ ഗ്രെയിൻ സ്റ്റോറേജ് മാനേജ്മെൻറ്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് IGMRI സ്ഥിതി ചെയ്യുന്നത് ഹാംപൂർ, ഉത്തർപ്രദേശ്. അടുത്തത്, സെൻട്രൽ ഗ്രെയിൻ അനാലിസിസ് ലബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ന്യൂഡൽഹി. സെൻട്രൽ ഗ്രെയിൻ അനാലിസിസ് ലബോറട്ടറി CGAL സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. അടുത്തത്, ഇപോസ് മെഷീനുകളുടെ പ്രവർത്തനവും ആധാർ ഓതൻറ്റിക്കേഷനും നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് AEPDS. AEPDSൻ്റെ പൂർണ്ണരൂപം ആധാർ എനേബിൾഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. എന്താണ് AEPDS? ഇപോസ് മെഷീനുകളുടെ പ്രവർത്തനവും ആധാർ ഓതൻറ്റിക്കേഷനും നിയന്ത്രിക്കുന്നതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് AEPDS. AEPDSൻ്റെ പൂർണ്ണരൂപം ആധാർ എനേബിൾഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അടുത്തത്, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിനു വേണ്ടി പൊതുവിതരണ സംവിധാനവുമായി ബന്ധപ്പെട്ട പ്രധാന സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കുന്നത് ആര്? നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ NIC. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിനു വേണ്ടി പൊതുവിതരണ സംവിധാനവുമായി ബന്ധപ്പെട്ട പ്രധാന സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കുന്നതാര്? നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ NIC. ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നതാര്? റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഗ്രാമപ്രദേശങ്ങളിൽ അന്ത്യോദയ അന്ന യോജന റേഷൻ കാർഡിന് അന്തിമ അനുമതി നൽകുന്നതാര്? റൂറൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അടുത്തത്, പഴവർഗ്ഗ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന അംഗീകൃത മുദ്രയാണ് FPO, ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ. പഴവർഗ്ഗ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്ന അംഗീകൃത മുദ്ര FPO, ഫുഡ് പ്രോഡക്ട്സ് ഓർഡർ. അടുത്ത ക്വസ്റ്റ്യൻ, തുടക്കത്തിൽ കോൺടാക്റ്റ് വിവരങ്ങൾ നൽകുന്നത് മുതൽ ഒരു പ്രതീക്ഷിക്കുന്ന ക്ലയൻറ്റിനെ ഒരു യഥാർത്ഥ ക്ലയൻറ്റാക്കി മാറ്റുന്നത് വരെയുള്ള സെയിൽസ് സൈക്കിളിലെ എല്ലാ ഘട്ടങ്ങളിലും പ്രവർത്തിക്കുന്നത് സെയിൽസ് ഫോഴ്സ് ഓട്ടോമേഷൻ SFA. തുടക്കത്തിൽ കോൺടാക്റ്റ് വിവരങ്ങൾ നൽകുന്നത് മുതൽ ഒരു പ്രതീക്ഷിക്കുന്ന ക്ലയൻറ്റിനെ ഒരു യഥാർത്ഥ ക്ലയൻറ്റാക്കി മാറ്റുന്നത് വരെയുള്ള സെയിൽസ് സൈക്കിളിലെ എല്ലാ ഘട്ടങ്ങളിലും പ്രവർത്തിക്കുന്നതാണ് സെയിൽസ് ഫോഴ്സ് ഓട്ടോമേഷൻ SFA. അടുത്തത്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന ആശയം ആദ്യമായി പരീക്ഷിച്ചത് നോർത്ത് ഐലൻഡ് നേവൽ ഏവിയേഷൻ ഡിപ്പോയിൽ. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന ആശയം ആദ്യമായി പരീക്ഷിച്ചത് എവിടെയാണ്? നോർത്ത് ഐലൻഡ് നേവൽ ഏവിയേഷൻ ഡിപ്പോയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ ഉപഭോക്തൃ കോണ്ടാക്റ്റുകളും നിയന്ത്രിക്കപ്പെടുന്ന ഒരു എൻ്റർപ്രൈസസിലെ കേന്ദ്ര പോയിൻ്റാണ് കോണ്ടാക്ട് സെൻറ്റർ. എല്ലാ ഉപഭോക്തൃ കോണ്ടാക്റ്റുകളും നിയന്ത്രിക്കപ്പെടുന്ന ഒരു എൻ്റർപ്രൈസിലെ കേന്ദ്ര പോയിൻ്റാണ് കോണ്ടാക്ട് സെൻറ്റർ. അടുത്തത്, ക്ലോസ്ഡ് ലൂപ്പ് മാർക്കറ്റിങ്ങിൻ്റെ 4 ഘട്ടങ്ങൾ. അതിനു മുമ്പ് എന്താണ് ക്ലോസ്ഡ് ലൂപ്പ് മാർക്കറ്റിംഗ്? ഉപഭോക്താക്കളെക്കുറിച്ചുള്ള വിവരങ്ങളും ഉൾക്കാഴ്ചകളും ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും വിപണന ടീമുകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു തരം മാർക്കറ്റിംഗ് ആണ് ക്ലോസ്ഡ് ലൂപ്പ് മാർക്കറ്റിംഗ്. അതിനെ 360 ഡിഗ്രി മാർക്കറ്റിംഗ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ക്ലോസ്ഡ് ലൂപ്പ് മാർക്കറ്റിങ്ങിൻ്റെ 4 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? 1. ഉപഭോക്താക്കളെ തിരിച്ചറിയുക.
2 ഉപഭോക്തൃ താൽപ്പര്യങ്ങൾ അന്വേഷിച്ചറിയുക. 3 ഉപഭോക്തൃ ഡാറ്റാബേസ് ഉണ്ടാക്കുക. 4 ഉപഭോക്താക്കളുമായുള്ള ബന്ധം നിലനിർത്തുക. ക്ലോസ്ഡ് ലൂപ്പ് മാർക്കറ്റിങ്ങിൻ്റെ 4 ഘട്ടങ്ങളാണ്. 1 ഉപഭോക്താക്കളെ തിരിച്ചറിയുക. 2 ഉപഭോക്തൃ താൽപ്പര്യങ്ങൾ അന്വേഷിച്ചറിയുക. ഉപഭോക്തൃ ഡാറ്റാബേസ് ഉണ്ടാക്കുക. 4 ഉപഭോക്താക്കളുമായുള്ള ബന്ധം നിലനിർത്തുക. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ഏതെങ്കിലും ഒരു ബാഗിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഡ്രസ്സിനെ കുറിച്ചോ സെർച്ച് ചെയ്തെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എവിടെ വരും? ഫേസ്ബുക്കിൽ വരുന്നത് കാണാം. നമ്മൾ സെർച്ച് ചെയ്ത ഡ്രസ്സുമായി ബന്ധപ്പെട്ട പലതരം ഡ്രസ്സുകളും ബാഗുകളെക്കുറിച്ചൊക്കെയുള്ള ഇത് അതിൽ കാണിക്കുന്നത് കാണാം. അതാണ് ഒരു ക്ലോസ്ഡ് ലൂപ്പ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പനി നൽകുന്ന ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ മൂല്യം ഉപഭോക്താവ് വിലയിരുത്തുന്നതാണ് മൂല്യ ഇക്വിറ്റി. കമ്പനി നൽകുന്ന ഉൽപ്പന്നത്തിൻ്റെയോ സേവനത്തിൻ്റെയോ മൂല്യം ഉപഭോക്താവ് വിലയിരുത്തുന്നതാണ് മൂല്യ ഇക്വിറ്റി. അടുത്തത്, ഉപഭോക്താക്കൾക്ക് കോൾ സെൻ്ററുകൾ ആക്സസ് ചെയ്യാനുള്ള ഏറ്റവും സാധാരണമായ രീതിയാണ് ഇമെയിൽ. ഉപഭോക്താക്കൾക്ക് കോൾ സെൻ്ററുകൾ ആക്സസ് ചെയ്യാവുന്ന ഏറ്റവും സാധാരണമായ രീതിയാണ് ഇമെയിൽ. ഉൽപാദന ചെലവുകളുടെയും അത് ഉപഭോക്താവിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയിൽ ചില്ലറ വ്യാപാരികൾ വഹിക്കുന്ന എല്ലാ ചെലവുകളുടെയും ആകെത്തുകയാണ് ചില്ലറ വില. ഉൽപാദന ചെലവുകളുടെയും അത് ഉപഭോക്താവിലേക്ക് എത്തിക്കുന്ന പ്രക്രിയയിൽ ചില്ലറ വ്യാപാരികൾ വഹിക്കുന്ന എല്ലാ ചെലവുകളുടെയും ആകെത്തുകയാണ് ചില്ലറ വില. ചില്ലറ വ്യാപാരത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 1 നിക്ഷേപത്തിൽ നിന്നുള്ള റിട്ടേൺ. 2 വിൽപ്പനയിലെ വളർച്ച. 3 ലാഭം. ചില്ലറ വ്യാപാരത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് നിക്ഷേപത്തിൽ നിന്നുള്ള റിട്ടേൺ, വിൽപ്പനയിലെ വളർച്ച, ലാഭം. അടുത്തത്, വിപണന മാനേജ്മെൻറ്റിൽ അടങ്ങിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വിപണന മാനേജ്മെൻറ്റിൽ അടങ്ങിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? 1 വിപണന പ്രക്രിയകൾ ആസൂത്രണം ചെയ്യുക. 2 വിശകലനം ചെയ്യുക. 3 വിപണന പദ്ധതികൾ നടപ്പിലാക്കുക. 4 നിയന്ത്രണ പദ്ധതികൾ നടപ്പിലാക്കുക. വിപണന മാനേജ്മെൻറ്റിൽ അടങ്ങിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വിപണന പ്രക്രിയകൾ ആസൂത്രണം ചെയ്യുക, വിശകലനം ചെയ്യുക, വിപണന പദ്ധതികൾ നടപ്പിലാക്കുക, നിയന്ത്രണ പദ്ധതികൾ നടപ്പിലാക്കുക. അടുത്തത്, വെയർഹൗസിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വെയർഹൗസിങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? സംഭരണം, വില സ്ഥിരത, ധനസഹായം, ഗ്രേഡിങ്, പാക്കിങ്. വെയർഹൗസിങ്ങിൻ്റെ പ്രവർത്തനങ്ങളാണ് സംഭരണം, വില സ്ഥിരത, ധനസഹായം, ഗ്രേഡിങ്, പാക്കിങ്. അടുത്തത്, വ്യക്തിഗത വിൽപ്പനയുടെ ഗുണങ്ങൾ എന്തൊക്കെ? വ്യക്തിഗത വിൽപ്പനയുടെ ഗുണങ്ങളാണ് വഴക്കം, നേരിട്ടുള്ള പ്രതികരണം, കുറഞ്ഞ അധ്വാന നഷ്ടം. വ്യക്തിഗത വിൽപ്പനയുടെ ഗുണങ്ങളാണ് വഴക്കം, നേരിട്ടുള്ള പ്രതികരണം, കുറഞ്ഞ അധ്വാന നഷ്ടം. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ തുടങ്ങിയവയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടതും സാങ്കേതികമായി പരിശീലനം നൽകുന്നതുമായ സെയിൽസ്മാനാണ് ടെക്നിക്കൽ സെയിൽസ്മാൻ. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, യന്ത്രങ്ങൾ തുടങ്ങിയവയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടതും സാങ്കേതികമായി പരിശീലനം നൽകുന്നതുമായ സെയിൽസ്മാനാണ് ടെക്നിക്കൽ സെയിൽസ്മാൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിപണനക്കാർ ഉപയോഗിക്കുന്ന വിവിധ ആശയവിനിമയ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? വിപണനക്കാർ ഉപയോഗിക്കുന്ന വിവിധ ആശയവിനിമയ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? പരസ്യം ചെയ്യൽ, വ്യക്തിഗത വിൽപ്പന, വിൽപ്പന പ്രോത്സാഹനം, പ്രചാരണം. വിപണനക്കാർ ഉപയോഗിക്കുന്ന വിവിധ ആശയവിനിമയ തന്ത്രങ്ങളാണ് പരസ്യം ചെയ്യൽ, വ്യക്തിഗത വിൽപ്പന, വിൽപ്പന പ്രോത്സാഹനം, പ്രചാരണം. അടുത്ത ക്വസ്റ്റ്യൻ, ലേബലുകളുടെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ലേബലുകളുടെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ഉൽപ്പന്നങ്ങളുടെ അവയുടെ ഉള്ളടക്കങ്ങളും വിശദീകരിക്കുന്നു. ഉൽപ്പന്നത്തെയോ അതിൻ്റെ ബ്രാൻഡിനെയോ വേർതിരിച്ചറിയാൻ സഹായിക്കുന്നു. ഉൽപ്പന്നങ്ങൾ നിലവാരവൽക്കരിക്കാൻ അഥവാ ഗ്രേഡ് ചെയ്യാൻ സഹായിക്കുന്നു. ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വർധനയ്ക്ക് സഹായിക്കുന്നു. നിയമപരമായി നൽകേണ്ട വിവരങ്ങൾ നൽകാൻ സഹായിക്കുന്നു. ലേബലുകളുടെ പ്രധാന ധർമ്മങ്ങളാണ് ഉൽപ്പന്നങ്ങൾ അവയുടെ ഉള്ളടക്കങ്ങളും വിശദീകരിക്കുന്നു. ഉൽപ്പന്നത്തെയോ അതിൻ്റെ ബ്രാൻഡിനെയോ വേർതിരിച്ചറിയാൻ സഹായിക്കുന്നു. ഉൽപ്പന്നങ്ങൾ നിലവാരവൽക്കരിക്കാൻ അഥവാ ഗ്രേഡ് ചെയ്യാൻ സഹായിക്കുന്നു. ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വർധനയ്ക്ക് സഹായിക്കുന്നു. നിയമപരമായി നൽകേണ്ട വിവരങ്ങൾ നൽകാൻ സഹായിക്കുന്നു. ഇതൊക്കെയാണ് ലേബലുകളുടെ പ്രധാന ധർമ്മങ്ങൾ.